KK കൊച്ചിലേക്കുള്ള ദൂരം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം തോന്നുന്നത് അദ്ദേഹത്തിലേക്കൊരു ദൂരം അധികം ഇല്ലെന്നുള്ളതാണ് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കലാഭവൻ മണി കേരളത്തിൽ മരിച്ചു കഴിഞ്ഞ് അന്ന് തന്നെ സമൂഹത്തിനകത്തുണ്ടായത് വളരെയധികം ഒരുപാട് പേര് ഞെട്ടിപ്പോവുകയും അവരുടെ അകത്തുള്ള ഒരാൾ, സ്വന്തം ആയിരുന്ന ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നലായിരുന്നു ഉണ്ടായത്. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പാടിയിലേക്കുള്ള സന്ദർശന പ്രവാഹവും മനുഷ്യവദന സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒക്കെ പാട്ടുകളുടെ കേൾവിയൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പുള്ളിയുടെ കലാഭവൻ മണിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സ്വയം തന്നെ എന്തെങ്കിലും പറയുന്നവരായി മാറി. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ഒരു ഉള്ളിലുള്ള ഒരാളായിരുന്നു, സ്വന്തത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ള ഇതിന് സമാനമായ രീതിയിൽ KK കൊച്ചിൻ്റെ ഒരു മരണാനന്തര ജീവിതം നമ്മളെ പ്രത്യേക രീതിയിൽ എല്ലാവരെയും ബാധിച്ചു എന്നുള്ളതാണ് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും മുകൾത്തട്ടിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി 2 പ്രാവശ്യം ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് മുഴുവൻ 2 മണിക്കൂറോളം 2 പ്രാവശ്യം സംസാരിച്ച എല്ലാവരോടും അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ വന്നിരുന്ന സമയത്ത് ആത്മകഥ പൂർണ്ണമായിട്ട് അദ്ദേഹം വായിക്കുമായിരുന്നു, എല്ലാ ലക്കവും വായിക്കുമായിരുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ മുതൽ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വന്നു. അതേപോലെ എല്ലാ തരത്തിലുള്ള എഴുത്തുകാരും സാമൂഹിക ചിന്തകരും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ നക്സലൈറ്റുകൾ, മാവോയിസ്റ്റുകൾ, അതേപോലെ വളരെ താഴ്ന്ന തട്ടിൽ ഇപ്പോഴും അംഗീകാരം കിട്ടാത്ത കലാകാരികൾ, അങ്ങനെ സമൂഹത്തിലെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് സമൂഹം പലപ്പോഴും വിചാരിക്കുന്നവരുടെ മനസ്സിൽ പോലും അവരുടെ അകത്തും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതരാന്ന് പറയുന്ന പല വ്യക്തികളുടെ ഉള്ളിലും വളരെ കാര്യമായ രീതിയിൽ സ്വന്തത്തിൽ നിന്ന് എന്തോ വിട്ടുപോയ സ്വന്തം പോയ പോലൊരു മരണാനുഭവമായാണ് മാറിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റിയും സാമൂഹിക ഇതിനെപ്പറ്റിയും അതിനെ വിശകലനം ചെയ്തുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹവുമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിച്ചു, അദ്ദേഹമായിട്ട് എങ്ങനെ കിടന്നു, അല്ലാതെ അവരുടെ വീട്ടിൽ എങ്ങനെ കിടന്നു എന്നുള്ള അറിയപ്പെടാത്തവരായ അനേകം പേര് സോഷ്യൽ മീഡിയയിൽ എഴുതുകയും എല്ലാം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും ലേഖനങ്ങൾ വരികയും ചെയ്തു. അതുപോലെ തന്നെ മുഖ്യധാരയിലും വന്നു. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നും ചിന്തയുടെ ഒരു അകൽച്ച അല്ലെ ഡിസ്റ്റൻസ്, സമൂഹമായിട്ട് വലിയ ഡിസ്റ്റൻസിൽ ഇല്ലാതെ നിലനിന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് രീതിയിൽ ശ്രദ്ധിക്കണം. അത് വേണമെങ്കിൽ ഔന്നത്യം എന്നൊക്കെ പറയാവുന്ന ഒരു ഔന്നത്യമില്ലായ്മ മറ്റുള്ള പല ചിന്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ എഴുത്തുകാർക്കും ഒക്കെ സമൂഹമായിട്ടൊരു അകൽച്ചയുണ്ട്, ഒരു വ്യത്യാസമുണ്ട്, അവർക്കൊരു ഔന്നത്യമുണ്ട്. നമുക്കതില്ലാതിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ഔന്നത്യമില്ലായ്മയാണ് ശരിക്കും അദ്ദേഹത്തെ ഇത്രമാത്രം സമൂഹം ഇങ്ങനെ സ്മരിക്കാൻ കാരണമെന്നാണ് തോന്നുന്നത്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇദ്ദേഹം ഒരു പോപ്പുലർ കലാഭവൻ മണിയാണ് ഒരു പോപ്പുലർ ആർട്ടിലൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ സമൂഹത്തിലുണ്ടാവാം. അല്ലെങ്കിൽ ഒരു സമുദായ നേതാവല്ല അദ്ദേഹം, ജാതി നേതാവ് എന്നൊക്കെ പറയുന്ന ജാതി സമൂഹത്തിനകത്ത് വന്ന ആളല്ല. അതേപോലെ രാഷ്ട്രീയ നേതാവല്ല, പോപ്പുലർ എഴുത്തുകാരൻ, അതായത് നോവൽ എഴുതുന്ന പോലെയൊന്നും അല്ലാതെ വിജ്ഞാനമാണ് ഏറെക്കുറെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളും വിജ്ഞാനമാണ്. പക്ഷേ ഈ വിജ്ഞാനത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം ഒരു സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്നത് വളരെ അപൂർവമാണ്. വളരെ പ്രധാനപ്പെട്ട ചിന്തകരുള്ള ഒരു സ്ഥലമാണ്, ഉണ്ടായിട്ടുള്ള ചിന്തകരാണെങ്കിൽ പോലും സമകാലീന കേരളത്തിൽ പൊതുസമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇന്നലെ വരെയും കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ടില്ല പോലും ഇല്ലാത്ത ആൾക്കാർ പോലും പുള്ളിയെ മരിക്കാൻ കാരണം പുള്ളിയുടെ ഒരു ഔന്നത്യമില്ലായ്മ സമൂഹത്തിനോട് മിങ്കിൾ ചെയ്തു പോകുന്നു, ഒരുമിച്ച് പോകുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു പൊതു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ദലിത് വാദം എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ അദ്ദേഹം ഒരു പൊതു വ്യക്തിത്വം തന്നെയായിരുന്നു. എഴുത്തുകാരൻ എന്നുള്ള പേരുണ്ടായിരുന്നു. അക്കാലത്തെ റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് റാഡിക്കലുകളിൽപ്പെട്ട ഒരാളായിരുന്നു. അതുപോലെ തന്നെ പബ്ലിഷറായിരുന്നു, പത്രപ്രവർത്തകരായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അവാങ്കാദുകളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് തന്നെ ഒരു പൊതു വ്യക്തിത്വമായി അദ്ദേഹം മാറിയിരുന്നെങ്കിലും ദലിത് വാദത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതോടുകൂടി ആ മണ്ഡലത്തിലൊരു മാറ്റം വരുന്നുണ്ട്. ആ മണ്ഡലം എന്ന് പറയുന്നത്
അന്ന് വരെ ഉണ്ടായിരുന്ന ദലിത് വാദത്തിന് പുള്ളി വേറൊരു വിധാനത്തിലേക്ക് ഉയർത്തുന്നു. അദ്ദേഹം വരുമ്പോൾ ഒരു ലെവല് മാറുന്നുണ്ട്. ഈ ലെവൽ മാറ്റം എന്ന് പറയുന്നതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 2ാം തലമുറക്കാരനാണ്, അല്ലെങ്കിൽ 3ാം 60കൾ മുതൽ തന്നെ കേരളത്തിൽ ദലിത് വാദം ഉണ്ടാകാൻ തുടങ്ങി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ 60കളിലെ ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനവും അമേരിക്കയിലെ ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനവും 60കളിൽ തന്നെ ഉണ്ടായിരുന്ന ദലിത് പാന്തർ പ്രസ്ഥാനവും പല വിധത്തിൽ പരിചയമുള്ളവരും അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് അവയെ പരിഭാഷപ്പെടുത്തി ഒരുപാട് പ്രവർത്തകർ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലുണ്ടായിരുന്നു, ആക്ടിവിസ്റ്റുകളുണ്ടായിരുന്നു. അവരും മാസികകൾ നടത്തുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ആദ്യകാലത്തെ SS എന്ന് പറയുന്ന സ്റ്റൈബൻഡറി സ്റ്റുഡൻസ് സൊസൈറ്റി, SSI എന്ന് പറയുന്ന ഒരു സംഘടന കോട്ടയത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആദ്യകാല പ്രവർത്തകർ തന്നെ ഈ ദലിത് വാദത്തിൻ്റെ ഒരു പ്രോബ്ലത്തെ ഒരു ജാതി അല്ല, ജാതിയായിട്ട് ബന്ധപ്പെട്ടല്ല, ജാതി വിരുദ്ധതയാണ്, ജാതിയിൽ നിന്നുള്ള വിമോചനക്രിയയായി കാണുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെപ്പറ്റി ഒരു പുതിയ കാഴ്ചപ്പാട് തന്നെയാണത്. അത് ഡെമോക്രസിയെ പറ്റിയോ അല്ലെ പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് വികസിപ്പിക്കാൻ ശ്രമിച്ചവരുടെ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഈ തലമുറ പക്ഷെ വളരെ ഇരുട്ടിലായിരുന്നു. അവർ പലപ്പോഴും വളരെ ഉയർന്ന സാമൂഹ്യ ചിന്തകരും രാഷ്ട്രീയ ഒക്കെ ആയിരുന്നെങ്കിലും, അല്ലെങ്കിൽ ഭയങ്കര വിദ്യാഭ്യാസ യോഗ്യമുള്ള ദലിതരുടെ ഒരു തലമുറയാണെങ്കിൽ പോലും അവർക്കൊരു പൊതുമണ്ഡലത്തിൽ അവർ ശ്രദ്ധിക്കപ്പെട്ടില്ല, അവരറിയപ്പെട്ടിരുന്നു. പ്രാദേശികമായിട്ട് പോലും വളരെ കുറച്ച് രീതിയിൽ അറിയപ്പെടുകയും, പക്ഷെ ജീവിതം കഠിനമായ ത്യാഗം അനുഭവിച്ചുകൊണ്ട് വലിയൊരു തലമുറയുണ്ട് കേരളത്തിൽ. ആ തലമുറയ്ക്ക് ശേഷം വന്ന ഒരാളാണ് KK കൊച്ചി. അദ്ദേഹം വരുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ബഹുജന നേതാക്കളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സമകാലീനരായ കല്ലറ സുമാരനും പോൾ ചിറക്കരോടൊക്കെ കാലത്ത് വലിയ ബഹുജന നേതാക്കന്മാരും കൂടിയാണ്, വലിയ സംഘടന അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന രീതിയിൽ വലിയ വിപുലമായിട്ട് അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കപ്പെടുന്നുമുണ്ട്. എങ്കിലും പോലും KK കൊച്ച് വരുന്നതോടുകൂടി ഇതിനൊരു പൊതുജന ശ്രദ്ധ, പൊതുസമൂഹത്തിൻ്റെ പൊതുമണ്ഡല ശ്രദ്ധ കൂടുതൽ കിട്ടാൻ തുടങ്ങുന്നുണ്ട്. ഈ ശ്രദ്ധ കിട്ടുന്നതിന് കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകതയാണ്. അദ്ദേഹം എഴുത്തിൽ ഉപയോഗിക്കുമ്പോൾ ഭാഷ മറ്റുള്ളവരുടെ ഒരു വസ്തുനിഷ്ഠ ഭാഷ, പലപ്പോഴും ദലിത്വാദം ഒരുതരം സ്ഥിതികൾ പറയുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത്. സ്വന്തം സ്ഥിതിയെപ്പറ്റി മാത്രം പറയുക, അവസ്ഥയെ മാത്രം പറയുമ്പോൾ അവസ്ഥയ്ക്കപ്പുറമുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ പറയുന്ന രീതിയിൽ ഭാഷ വളരെ നവീകരിക്കപ്പെട്ടൊരു ഭാഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യം വളരെ ചെറുപ്പം മുതലെയുള്ള സാഹിത്യ പരിചയം, സാഹിത്യത്തിന് വേണ്ടി ഒരുപാട് ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരുപാട് വായിച്ചിട്ടുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ പണ്ട് മുതലേ തുടർന്ന് വരുന്നൊരു വായനയും എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. വളരെ ശക്തമായ വായനയുണ്ട്. നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടിയ രീതിയിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഒരുപാട് കൃതികൾ നേരത്തെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനെ വായന ഇങ്ങനെ വളരെ ദീർഘമായിട്ട് 10ാം വയസ്സ് മുതൽ ഈ പറഞ്ഞ പോലെ മരിക്കുന്നതിന് ഒരു 4 വർഷം മുമ്പ് വരെയും ഏതായാലും കിട്ടുന്ന വർത്തമാനകാലത്ത് കിട്ടാവുന്ന ലഭ്യമായ സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയും അതനുസരിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരു കൾച്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം. അതനുസരിച്ച് പലതരത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഒരു വ്യത്യാസം വരുത്തിയിരുന്നു. അതൊരു പ്രധാനപ്പെട്ട സമൂഹത്തെ സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ആ ഭാഷയിൽ എഴുത്ത് ഭാഷയിൽ വ്യത്യാസം വരുത്തിയത് ഒരു പ്രശ്നമായപ്പോൾ പോലെ തന്നെ അദ്ദേഹം ആശയങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട നമുക്ക് പറയാവുന്ന പോലെ, എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന പോലെ, കേരളത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ, അതായത് ദലിത്വാദം, സാമ്പ്രദായിക ദലിത്വാദത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. അവരാകെ മിക്കവാറും ചെയ്യുന്നത് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ, ഒരു മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദലിതർ ചെന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലില്ല എന്ന് പറഞ്ഞൊരു പരാതി, മാർക്സിസ്റ്റുകളെ പഴി പറയുക, ഗാന്ധിയെ പഴി പറയുക, അതുപോലെ തന്നെ സവർണരെ പഴി പറയുക, ഇങ്ങനെയുള്ള കുറച്ച് ചില പഴിവർത്താനം ആയിരുന്നു മിക്കവാറും പലപ്പോഴും ദലിത്വാദത്തിനകത്തുണ്ടായിരുന്നു. പഴി പറയുക. പക്ഷെ ഇദ്ദേഹം ഈ പഴിപറച്ചിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച് ഒരു അധികാരം എന്ന നിലയിൽ അവരെന്തെങ്ങനെയാണ് സവർണർ എങ്ങനെയാണ് അധികാരം എത്തുന്നത്, അവരുടെ കയ്യിൽ എങ്ങനെ അധികാരം ഇരിക്കുന്നു, അവരുടെ കയ്യിൽ എങ്ങനെയാണ് രാഷ്ട്രീയാധികാരത്തോടൊപ്പം തന്നെ ഭരണകൂടം എങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സമൂഹത്തിലെ നിർണായക ശക്തിയായി മാറുന്നതിന് അവർക്ക് കഴിവ് കൊടുത്തിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ അപനിർമ്മിക്കുകയും അതിനെപ്പറ്റിയുള്ള ചോദ്യം ചെയ്യലുമായി മാറുന്ന രീതിയിൽ അധികാര വിമർശനം എന്ന് പറഞ്ഞ പോലെ ഒരു പറയലിനപ്പുറം കടന്ന് ഒരു അപനിർമ്മാണത്തിൻ്റെയും ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ്റെയും സ്ഥിതിയിലേക്ക് അദ്ദേഹം വികസിച്ചെടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത.
അത് ഒരു ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എനിക്ക് തോന്നുന്ന ഇത് തോന്നുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ വയനാട്ടിലായിരുന്ന സമയത്ത് അദ്ദേഹമാണ് കേരളത്തിൽ ആദിവാസി ഭൂപ്രശ്നങ്ങളുടെ ഒരു പ്രശ്നം ഒരു ലഘുലേഖയായിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് പിന്നീട് ആദിവാസി വിഷയമായിട്ട് പല മാറ്റങ്ങൾ വന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആദിവാസി വിഷയങ്ങൾക്ക് ഒരു ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടും ആദിവാസികളുടെ തനതായ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ ഇവരെ ആരെങ്കിലും പരിരക്ഷിക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ അവർ വെറും പട്ടിണിപ്പാവങ്ങളാണെന്നോ അല്ലെങ്കിൽ അവർ സമൂഹത്തിനകത്ത് വെറും ദീനക്കാരാണെന്നുള്ള വ്യവഹാരത്തെ അല്ലാതെ ഇന്ത്യൻ ദേശത്തിനകത്ത് ആദിവാസികൾ എങ്ങനെ കർത്തൃത്വമുള്ളവരായി മാറി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് അദ്ദേഹം മാറുന്നത്. അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അദ്ദേഹം ഇപ്പം ജാനു വരുന്ന സമയത്ത് ഒരുപാട് ജാനുവുമായിട്ട് ബന്ധപ്പെട്ട സമരം ചെയ്തിട്ടുണ്ട്. ഈ തിരുവിതാംകൂർ മേഖലയിലൊക്കെ ജാനുവിനെ കൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ദലിതരും മിക്കവാറും ജാനുവിന് ഇങ്ങനെ സ്വീകരണങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാനുമായിട്ട് ചെറിയ വിഭിന്നത വരുമ്പം അല്ലെങ്കിൽ മുത്തങ്ങ സമരത്തിന് മുമ്പുള്ള സമരത്തോടു കൂടി ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ ആദിവാസി പ്രശ്നത്തിൽ അത് നമ്മളൊരു ഭൂമിയുടെ നഷ്ടം മാത്രമായിട്ടോ ആദിവാസികളുടെ ഭൂമി ഇല്ലായ്മ മാത്രമായിട്ട് കണക്കിക്കൊണ്ട് പകരം ഭൂമി അവർക്ക് കൊടുക്കുന്നതിലല്ല, ആദിവാസി ഭൂമികളെ സംരക്ഷിക്കാൻ നിലനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം അതിനുവേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സന്താൽ കലാപമാണ്. സന്താൽ കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിയ സന്താൽ കലാപങ്ങൾ ഈ AR ദേശായി എഡിറ്റ് ചെയ്ത ഒരു ഇന്ത്യയിലെ കാർഷിക സമരങ്ങൾ എന്ന് പറയുന്ന പെസൻസ് റെവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ബേസിൽ അദ്ദേഹം സന്താൽ കലാപങ്ങളെ പറ്റി L. നടരാജൻ എഴുതിയ ലേഖനം ഒരു വലിയ അക്കാഡമിക് പഠനമാണ്. അത് വെച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സന്താളുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 70ഓളം സമരങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ സായുധമായിട്ടുള്ള സമരങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവരുടെ തനതായ അസ്തിത്വത്തിനും ഭൂമി സംരക്ഷിക്കാനും വേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആദിവാസികളെ ഒരു തനതായ വ്യക്തിത്വമുള്ള ജനതയായി അംഗീകരിക്കേണ്ടി വരികയും പ്രത്യേകിച്ച് ബംഗാളിലെ 24 പർഗാന എന്ന ജില്ല രൂപപ്പെട്ടത് തന്നെ ആദിവാസി കലാപങ്ങളിലൂടെ ഫലമായിട്ടാണെന്നും ഈ ആദിവാസി കലാപങ്ങളിലൂടെ ഉണ്ടായ ആദിവാസികളുടെ സ്വത്ത് അംഗീകാരം 1935 ഇന്ത്യ ആക്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഇന്ത്യ ആക്ട് ആദിവാസികൾക്ക് പട്ടിക പ്രദേശങ്ങളും പട്ടിക പദവികളും നൽകിയിട്ടുണ്ടെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇവർക്ക് സവിശേഷ വകുപ്പുകളുണ്ടെന്നും ഈ വകുപ്പുകൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം വെച്ചത്. കാരണം ഇതൊരു കാലഘട്ടത്തിലെ സമരങ്ങളിലൂടെ ഒരു ഭരണഘടനാ വകുപ്പ് വെറുതെ ഉണ്ടായതല്ല, ഒരു കാലഘട്ടം മുന്നോട്ട് ഇന്ത്യ കടന്നുപോയി ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിലെ ജനവിഭാഗങ്ങൾ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സമരാനുഭവങ്ങളുടെ ഒരു ക്രോഡീകരണം കൂടെ ഭരണഘടന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണഘടനാ വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദിവാസി ഭൂപ്രശ്നം ഉന്നയിക്കുകയാണ് അദ്ദേഹം ചെയ്തൊരു അക്കാഡമിക്കായ സ്വഭാവം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല, അക്കാഡമിക്കായ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ തന്നെ വെച്ചാണ് അത് എഴുതുന്നത്. അതുപോലെ കേരളത്തിലെ ഭൂബന്ധങ്ങളുടെ മാറ്റങ്ങളെപ്പറ്റി രണ്ടാമത്തെ അദ്ദേഹം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആദ്യകാലത്ത് മുന്നോട്ട് വെച്ച ഒരു വാദം വെറുതെ പിന്നീട് ദലിതരുടെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നായി മാറിയത് കേരളത്തിലെ ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ളതാണ്. ആദ്യമായിട്ട് അദ്ദേഹം തന്നെയാണ് വാരക്കാർക്കും കാണക്കാർക്കാണ് ഭൂമി കൊടുത്തെന്നും കുടിയാന്മാർക്കാണ് കൊടുത്തെന്നും അതിനും താഴെയുള്ള വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുത്തിരുന്നില്ലെന്നുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ അപര്യാപ്തകളെപ്പറ്റി അതും ഒരു ലഘുലേഖയായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അക്കാലത്ത് സമരം വയനാട്ടിൽ വെച്ച്. ഇത് പിന്നീട് കേരളത്തിൽ അദ്ദേഹം തന്നെ നടത്തിയ CDN ഒരു സമര രംഗത്ത് ഞങ്ങൾ കേരള മോഡൽ ഭൂപരിഷ്കരണം അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സെമിനാർ നടത്തുകയും നിരന്തര സെമിനാറുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ അപര്യാപ്തതകൾ ദലിത് വിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടിയില്ല എന്നും അവർ ലക്ഷം കോളനി പദ്ധതികളുടെ ഭാഗമായിട്ട് ഭൂമിയില്ലാത്തവരായി മാറിക്കൊണ്ട് വളരെ കേരള സമൂഹത്തിലെ ഒരു ഇരുണ്ട ജനവിഭാഗമായവരെ തളച്ചിടപ്പെടാൻ കാരണങ്ങളിലൊന്നും അവരുടെ ഒരു ചലനശേഷി മൂവ്മെൻറ്റ്
നഷ്ടപ്പെടാൻ കാരണങ്ങൾ ഭൂപരിഷ്കരണമാണെന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം വെച്ചു. പക്ഷേ ഈ പോയിന്റ് വെക്കുമ്പോഴും അദ്ദേഹം അന്ന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒരു പീറ്റർ ഫുക്സ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാം അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഒരു ഫക്സ് എന്ന് പറയുന്ന ഒരു ഫാദർ ഫക്സ് എന്ന് പറയും, ഫക്സ് എന്നാണ്. അദ്ദേഹം എഴുതിയ ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്, അമേരിക്കയിലെ ഒരു ഗവേഷകനാണ്, പക്ഷേ ഫാദറാണ്. പുള്ളിയാണ് ഈ കേരളത്തിലെ വടക്കൻ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തെ പറ്റി ഒരു പഠനം എഴുതിയിട്ടുണ്ട്. 1956 മറ്റാണ് പഠനം എഴുതിയത്. അതുപോലെ തന്നെ കാതലിൻ ഗഫ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗവേഷക, അവരും നടത്തിയിട്ടുള്ള കേരളത്തിലെ ഭൂപരിഷ്കരണത്തെ പറ്റിയ ഭൂബന്ധങ്ങളെ പറ്റിയുള്ള ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം, അതുപോലെ തന്നെ KKN കുറുപ്പ് എഴുതിയ ചില ഹിസ്റ്റോറിക്കൽ ബുക്കുകൾ, ചരിത്ര പുസ്തകങ്ങൾ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. അതായത് അദ്ദേഹം ഗവേഷണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും സമകാലീനമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചത്. പിന്നീട് ഗവേഷകരൊക്കെ വികസിച്ചു വരുന്നെങ്കിൽ പോലും അക്കാലത്ത് ലഭ്യമായ പ്രധാനപ്പെട്ട പഠനങ്ങളെ, അപൂർവമായ പഠനങ്ങളെയും കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുകൊണ്ടാണ് ഇത് പിന്നീട് ഒരു പ്രശ്നമായി കേരളത്തിൽ മാറി. ഇന്ന് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ അപര്യാപ്തത മുഖ്യധാര ഭരണവർഗം അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഏറെക്കുറെ പൊതുസമൂഹവും അക്കാഡമിക് സമൂഹവും അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഭൂപരിഷ്കരണം കുഴപ്പത്തിലാണെന്ന്. ഇതുപോലെ തന്നെ ഇന്നത്തെ സംവരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഈ വിദ്യാഭ്യാസ ബില്ലിൻ്റെ പ്രശ്നമുണ്ട്. ആ ബില്ല് നമുക്കൊരു പുരോഗമന ബില്ലായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊരു വലിയ കുഴപ്പമുണ്ടായത് കേരളത്തിൻ്റെ ദേശീയ സമ്പത്തിൻ്റെ വലിയൊരു വിഹിതമായി റവന്യൂ ചെലവുകൾ മുഴുവൻ പോകുന്നത് സ്കൂൾ, കോളേജ്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്വകാര്യ മാനേജ്മെൻറ്റുകളിലേക്കാണ്. ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകളോ ആണെങ്കിൽ ജാതി മത മേധാവികളുടെ കയ്യിലിരിക്കുന്നു. മാത്രമല്ല സർക്കാർ അവർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും ശമ്പളവും കൊടുക്കുമ്പോൾ അവർ കൈക്കൂലി മേടിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് അവർ തടിച്ചൊരു വിഭാഗമായി മാറുന്നു. ഇങ്ങനെ വരുന്ന ഈ ഡിസ്പാരിറ്റി, ഇതുവരെ വന്നിരിക്കുന്ന ഒരു വിവേചനത്തെ പറ്റിയുള്ള സൂചനകളുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിനുശേഷമായിട്ട് മറ്റ് പലരും ഉന്നയിക്കാൻ തുടങ്ങിയത്. എങ്കിലും അങ്ങനെ കേരള സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഈ 3 പ്രശ്നങ്ങളെ പറ്റിയും ആദ്യകാലത്ത് തന്നെ വെളിച്ചം വീശുകയും അതിനെപ്പറ്റിയുള്ള സൂചനകളും ഒക്കെ ഇറക്കി അതിനെ പ്രക്ഷേപണപരമായിട്ട് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസം. അത് മറ്റുള്ള പല പ്രവർത്തകരും പലപ്പോഴും നിൽക്കുന്ന മുഖ്യധാര പാർട്ടികളോടുള്ള ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി മാത്രം വെക്കുമ്പോൾ ഇതിനെ ഒരുതരം വിഷയ പ്രശ്നമായിട്ട് ഒരു സൈദ്ധാന്തികവും കൂടിയായ രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ രീതിയിലുള്ള തീക്ഷ്ണമായൊരു ഗവേഷണ സ്വഭാവവും കൂടെ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾക്കുണ്ടായിരുന്നു. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം കേരളത്തിലെ ദലിതരെ, അതായത് 1950 ഒരു മധ്യത്തോടു കൂടി, അതുപോലെയും കമ്മ്യൂണിസ്റ്റുകളുടെ വിവിധതരം കമ്മ്യൂണിസത്തിൻ്റെ പലതരത്തിലുള്ള പ്രവണതകളിലല്ല അദ്ദേഹം നിന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അദ്ദേഹം സ്വന്തമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും CPMLൻ്റെ ആളായിരുന്നു. അല്ലെ, മാർക്സിസത്തിൻ്റെ തന്നെ ശരികളുടെ അകത്ത് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്ന, അടിസ്ഥാനപരമായ ജീവിതബോധത്തിൽ മാറ്റം വരുന്നത് വയനാട്ടിലെ ആദിവാസി പ്രവർത്തകനായി മാറിയപ്പോഴാണ്. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ കുടിയേറി പാർട്ടിയതിനു ശേഷം അദ്ദേഹം BSc പഠിച്ചതിനിരിക്കുന്നതിന് ഇടയ്ക്കാണ് നക്സൽ മുദ്ര കുത്തി അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ വയനാട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നത് ശരിക്കും ഒരു എഴുത്തുകാരനൊക്കെ എന്നുള്ള പേരിൽ ഒരു അസ്തിത്വവാദി എഴുത്തുകാരൻ്റെ ഒരു ലേബലിൽ ഒരു എഴുത്തുകാരനാവാനൊക്കെയാണ് ശ്രമിച്ചെങ്കിലും അദ്ദേഹം അങ്ങനെ 100 കണക്കിന് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ മച്ചുംപുറത്ത് ഓർക്കുന്നുണ്ട്. മച്ചുംപുറത്ത് നിറച്ച് രാപകലിരുന്ന് എഴുത്തായിരുന്നു. അതൊന്നും പ്രസിദ്ധീകരിക്കാനൊന്നും കൊടുക്കുന്നു. 2 കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് ഇനി അസ്തിത്വവാദി എഴുത്തുകാരനാവുക എന്നൊക്കെ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ തന്നെ പറയുന്നത് ഒരു വലിയ കാര്യമൊന്നും അല്ലെന്ന് തോന്നിയിട്ട് പിന്നെ ആദിവാസി പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. ഈ ആദിവാസി പ്രവർത്തനത്തിന് അദ്ദേഹം മാറിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആദിവാസി പ്രവർത്തകരും ആദിവാസികളുടെ ചെറിയ സംഘടനകളുണ്ട്, അതേപോലെ ആദിവാസികളുടെ വിദ്യാഭ്യാസമുള്ള തലമുറയുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്ന് ഒരു ആദിവാസി ഒരു സഹവാസ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ ഉണ്ടായിരുന്നു. ആ സമിതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുക. അവർ കുറേ വർഷങ്ങളോളം പ്രവർത്തിച്ചു. ആദിവാസികൾ അനുഭവിക്കുന്ന മർദ്ദനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ
പ്രവർത്തകനായിട്ട് തന്നെ ഫുട്ടായി അതിനുവേണ്ടി തന്നെ നിൽക്കുക ആണ് അദ്ദേഹം ചെയ്തത്. ആദിവാസികളുടെ ഒരു സാമുദായിക സ്വഭാവത്തിലാണ് അവരെ വികസിപ്പിക്കട്ടെന്നും, നേരെ മറിച്ചൊരു ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസികൾ. ഭരണകൂടം അവരെ കംഷിക്കുമെങ്കിലും ഒരു ആദിവാസി എന്ന രീതിയിൽ സ്വയം പരിഷ്കരിക്കേണ്ടവരാണെന്നും, സ്വയം പരിഷ്കരിച്ച് അധികാരാവകാശമുള്ള ഒരു ജനതയായി മാറാനായിട്ട് അവരുടെ തന്നെ ഒരു കർത്തൃത്വത്തെ അംഗീകരിച്ചോടി പോയതിൻ്റെ ഒരു ഭാഗമുണ്ട്. അങ്ങനെ നടന്ന സമരങ്ങളിലും ഞാൻ അദ്ദേഹം ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം നാട്ടുപുറത്ത് നല്ല പേരൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തുടക്കത്തിൽ. അവിടെ യുവജന പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് അതിനുശേഷം ആദിവാസി പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോയി. കാരണം ആദിവാസികൾ പലപ്പോഴും അവിടെയുള്ള സവർണ സമ്പന്ന വിഭാഗങ്ങളോട് ഇടയുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഇടയേണ്ടി വരും. അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ എന്തായാലും ആദിവാസി പ്രശ്നങ്ങളുടെ അകത്ത് അദ്ദേഹം നിന്ന സമയത്ത് ആദിവാസികളുടെ ഇഷ്യൂ ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതിൽ നല്ല പങ്ക് ആദിവാസി വിഷയങ്ങളിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ജീവിതത്തിൽ തന്നെ പ്രവർത്തിച്ച കാര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു. അതിനുശേഷം 80 ഒരു 70 CDNൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം CDNൻ്റെ പത്രാധിപരായിരുന്ന സമയത്ത്. അതിനു മുമ്പ് തന്നെ CDNൻ്റെ പത്രാധിപരാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കേരളത്തിലെ ഈ പല പ്രശ്നങ്ങളും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പല വിഷയങ്ങളും ഇങ്ങനെ അടിത്തട്ടിലെ ജനത നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയെന്നോ ആ പേരെനിക്കറിയില്ല, അങ്ങനെ ഒരു പങ്ക്തി അതിൽ ചെയ്തിരുന്നു. അങ്ങനെ അടിത്തട്ടിലെ സമൂഹത്തിലെ ജീവിതങ്ങൾ, മൺപാത്ര തൊഴിലാളികളുടെ ജീവിതം എങ്ങനെ മാറുന്നു അവിടെ, അതായത് പുതിയ അലുമിനിയവും അതുപോലത്തെ ഇതൊക്കെ വരുമ്പം ഉത്സവ സമുദായത്തിന് എങ്ങനെ മാറുന്നു, അതേപോലെ തന്നെ തലയാലിപ്പുറപ്പിലെ പുല്ലുചുറ്റുകാർ ദലിതരായ സ്ത്രീകൾ എങ്ങനെയാണ്, നമ്മുടെ തിരുവിതാംകൂറിലെ ദലിത് സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണ്, അങ്ങനെ ഓരോരോ, അതേപോലെ തന്നെ കോഴിക്കോടൻ പ്രദേശത്തിലെ ഈ സെക്ഷൽ വർക്കേഴ്സിനെ പറ്റി അങ്ങനെയൊക്കെയുള്ള ലേഖനങ്ങളൊക്കെ അദ്ദേഹം അന്ന് എഴുതുന്നുണ്ട് ചെറുപ്പത്തിൽ. ഈ CDN മാസികയിൽ അത് ദലിതുകളുടെ ഒരു ചെറിയ മാസികയായിരുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം മാർക്സിസത്തോട് അദ്ദേഹത്തിന് ഭയങ്കര പല രീതിയിലുള്ള സംശയങ്ങൾ രൂപപ്പെട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ല. അദ്ദേഹം അവിടെ വന്ന് വയനാട്ടിൽ വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേർന്നെങ്കിലും, മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നെങ്കിലും വളരെ കുറച്ച കാലത്തിനുള്ളിൽ തന്നെ സംഘടനാ നേതൃത്വമായിട്ട് ഉടക്കി പിരിഞ്ഞു പോരുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം സ്വന്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. അതുപോലെ തന്നെ ആദ്യകാലത്ത് ഞങ്ങളുടെ നാട്ടിലിവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കർഷക തൊഴിലാളി 69 കർഷക തൊഴിലാളി സമരത്തിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ കർഷക തൊഴിലാളി സമരം ശക്തമായി നിലനിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നടക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കുകയും ഈ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനോട് ഇരട്ട സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വിങ്ങ് പിണങ്ങിപ്പോയി അവർ ലഘുലേഖയൊക്കെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. അതായത് വാക്കിലൊന്നാണ്, വാക്കുകൾ ഇത് പറയുമ്പം പ്രവൃത്തിയിൽ മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അക്കാലത്ത് ഒരു ലേഖയൊക്കെ ഇറക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുമ്പം തന്നെ പലതരത്തിലുള്ള സംഘർഷത്തിൽപ്പെടുന്നുണ്ട്. അത് നക്സലിസത്തിൽ ചെന്നപ്പോഴും ഉണ്ട്, നക്സലിസമായിട്ട് സംഘർഷപ്പെടുന്നുണ്ട്. ജാതി വിരുദ്ധ മതേതര വേദി ഉണ്ടാകുമ്പോൾ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകളുള്ള സമയത്ത് അല്ലെങ്കിൽ നക്സലൈറ്റുകളെ സംബന്ധിച്ച് സംവരണം ആദ്യകാലത്ത് അവർ വിചാരിച്ചിരുന്നത് ഒരു പരിഷ്കരണ പ്രസ്ഥാനം മാത്രമാണെന്നും അത് ഒരു അടിമത്തമാണെന്നാണ് വിചാരിച്ചത്. ഇത് തിരുത്തുന്നതിൽ ഈ CDNൻ്റെ ആ വിഭാഗത്തിന് KK കൊച്ചും ഈ പറയുന്ന വിഭാഗത്തിന് KK മന്മഥനും KK അസിദാസ് അടക്കമുള്ളവർ നടത്തിയ സമരങ്ങളുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷാവകാശം. ഇപ്പം CDN എന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടായത് യുക്തിവാദി സംഘടനയും CPM പ്രവർത്തകരും ഈ പറഞ്ഞ പോലെ ദലിതരായ വിദ്യാഭ്യാസമ്പന്നരായ കുറച്ച് പേരൊക്കെ കൂടിയാണ്. പക്ഷെ അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളെ ഒരുതരം ജനാധിപത്യം, മതമേധാവിത്വമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശരീരത്ത് പോലുള്ള നിയമങ്ങൾ കൊണ്ട് നടക്കുന്നുള്ളതുകൊണ്ട് ന്യൂനപക്ഷ പ്രശ്നം അവഗണിക്കുകയോ അല്ല അതിനെ ഒരുതരം മാർക്സിസ്റ്റ് മോഡലിൽ വിമർശിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം അവരോട് തെറ്റിപ്പിരിയാണ് CDNലെടുത്ത് ചെയ്യുന്നത്. അതിലാണ് അദ്ദേഹം അത് ആത്മഹത്യ തന്നെ പറയുന്നുണ്ട്. അപ്പം ന്യൂനപക്ഷ, എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദിവാസി പ്രശ്നത്തെയും ദലിതരുടെ ഈ പറഞ്ഞ ഭൂരാഹിത്യപ്പറ്റി പോലെ തന്നെ കേരളത്തിൽ ഈ ന്യൂനപക്ഷ പ്രശ്നങ്ങളെപ്പറ്റി കുറച്ച് ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു എഴുത്തുകാരനും ചിന്തകരും അക്കാലത്തെ ചിന്തകരും ഒരാൾ അദ്ദേഹമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് ഈ അദ്ദേഹത്തിൻ്റെ CPI ഇക്കാര്യം ഒരു ഇത് കൊടുത്തിരുന്നു, ഒരു അവാർഡ് കൊടുത്തു കുറച്ച് വർഷം മുമ്പ്.
ഈ സമയത്ത് വൈക്കം MLA ആയ ആശ അവിടെ നിന്ന് പ്രസംഗിച്ചത് ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായത് KK കൊച്ചിൻ്റെ ആത്മകഥ വായിച്ചപ്പോഴാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയോ 100 വർഷം പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് പോലും ന്യൂനപക്ഷ വിഷയങ്ങളെ പറ്റി വലിയ ധാരണയില്ലെന്നാണ് തെളിയിക്കുന്നത്. ഈ ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്ക് വേണ്ടി വളരെ വിശദമായിട്ടും അതിൻ്റെ ഭരണഘടനാപര പ്രശ്നങ്ങൾ ഒക്കെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അംബേദ്കറേറ്റ് റീഡിങ്ങിൻ്റെ കാര്യമാണ്. അങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് അദ്ദേഹത്തെ നമ്മളിൽ ഒരാളാക്കി മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഒരു കാലഘട്ടം നടന്ന ജനകീയ സമരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലുള്ള പ്രകൃതിവാദ സമരങ്ങൾ, ബഹുജന സമരങ്ങൾ, മനുഷ്യാവകാശ സമരങ്ങൾ, അതുപോലുള്ളതിലെല്ലാം പങ്കെടുക്കുക, ആ പ്രവർത്തകരുടെ ഒപ്പം ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിപുലമായ രീതിയിൽ ബഹുജനങ്ങളുടെ അകത്ത് തന്നെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റേതായ രീതിയിൽ പൊതുസമൂഹം അറിയുന്ന ഒരാളായിരുന്നെങ്കിലും അകത്തെ പ്രവർത്തകർക്ക് അറിയാവുന്ന ഒരാളായി മാറിയിരുന്നു. അപ്പം അന്നൊരിക്കലും മുഖ്യധാരയിൽ ഒരാളായിട്ട് KK കൊച്ചിനെ ആരും പ്ലേസ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങൾക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം ഉന്നയിച്ച സൈദ്ധാന്തിക വിഷയം എനിക്ക് തോന്നുന്നത് ഒന്ന് സമുദായവാദമാണ്. അപ്പോൾ ആ സമുദായവാദം എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും ക്രോസ് റോഡ് എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളം ഒരു മാർക്സിസ്റ്റ് പ്രദേശമാണ്. ഏറെക്കുറെ പുരോഗമന സമൂഹമാണ്. ഈ സമൂഹം സ്വന്തം ഒരു കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുത്തത് ഒന്ന് അതിൻ്റെ പുരോഗമനത്തിലെ ലക്ഷണമായിട്ട് അവർ കണ്ട ജാതി മതം പോലുള്ള കാഴ്ചപ്പാടുകളെ ഒരു അപരിഷ്കൃതത്വമായി കണ്ടുകൊണ്ട് പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക് ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനകത്ത് ദലിതരെ അവർ ഡിഫൈൻ ചെയ്തത് ഒന്ന് ഗാന്ധിയുടെ ഒരു നിർവചനമുണ്ട്. പുലയ രാജാവ് എന്നൊക്കെ ഗാന്ധി നിർവഹിച്ചു. അയ്യങ്കാളിയൊക്കെ പുലയ രാജാവെന്നും പുലയരെ പറ്റിയൊക്കെ ഉള്ള കാഴ്ചപ്പാട്, പുലയ അങ്ങനെ 2 സമുദായങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ഒരു ജാതി ബോധത്തിൽ മാത്രമല്ല കാണുക. അതിൽ അദ്ദേഹമൊക്കെ ഗാന്ധിയൊക്കെയാണ് പുലിയ രാജാവ് എന്നുള്ള സങ്കല്പമൊക്കെ അയ്യങ്കാളിയെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ ദരിദ്ര കർഷകത്തൊഴിലാളി എന്നുള്ള നാമീകരണം എന്ന നെയ്മിങ്ങാണ് മാർക്സിസ്റ്റുകൾ കൊടുത്തത്. മറിച്ച് അതുവഴിഞ്ഞുള്ള പുരോഗമന തീവ്ര റാഡിക്കൽ കമ്മ്യൂണിസ്റ്റുകൾ ദരിദ്ര പൂരഹിത കർഷകർ എന്നുള്ള ഈ വർഗബന്ധങ്ങളുടെ അകത്തുള്ള നിർവചനങ്ങൾ ഈ വിഭാഗങ്ങളെ കണ്ടപ്പോൾ ഇദ്ദേഹം ഇതൊരു സ്വതന്ത്ര അതല്ല. കാരണം അദ്ദേഹം ഒരു ലഘുലേഖ എഴുതുന്നുണ്ട്. അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന് പറയുന്നൊരു ലഘുലേഖ എഴുതുന്നുണ്ട്. ഈ ലഘുലേഖയിൽ ഇന്ന് നമുക്ക് അതിൽ പറയുന്ന സൂചനകൾ വിശദീകരിച്ചില്ലെങ്കിൽ പറയുന്നൊരു കാര്യം, കർഷകത്തൊഴിലാളി എന്ന് മാർക്സിസ്റ്റുകൾ വിളിക്കുന്ന ദലിതർ അതിൽ കർഷകത്തൊഴിലാളികൾ ഏറെക്കുറെ 30% പോലുമില്ല. ബാക്കിയുള്ളവരുടെ കൈത്തൊഴിൽ മേഖലയിലോ പല തരത്തിലുള്ള മേഖലകളിലാണ് കാർഷിക ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കൃഷി ജോലികൾ ചെയ്യുന്നവർ 30% ഉള്ളൂ. അതായത് ജന്മിയുടെ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ബാക്കിയുള്ളവർ വേറെ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കർഷകത്തൊഴിലാളി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും ഇതൊരു സ്വതന്ത്ര സമുദായമാണ്, ഇത് അവ്യക്ത രൂപത്തിലൊരു സ്വതന്ത്ര സമുദായമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്വതന്ത്ര സമുദായം എന്ന കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അത് നവോത്ഥാനത്തെ പറ്റിയുള്ള കേരളത്തിലെ പരമ്പരാഗത മാർക്സിസ്റ്റുകൾ അല്ലെങ്കിൽ പരമ്പരാഗത പുരോഗമനത്തെപ്പറ്റി നവോത്ഥാനത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് ഏറെക്കുറെ ശ്രീനാരായണ ഗുരുവിനെ വരെയും നിർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഒരു സവർണ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ കീഴാള സമരങ്ങളെ പൂർണ്ണമായിട്ട് ഒരുതരം നെടലിൽ നിർത്തിക്കൊണ്ട് അവരുടെ നിർവചനങ്ങളിലേക്ക് കിടക്കില്ല. ഇപ്പം ശ്രീനാരായണ ഗുരു എങ്ങനെ സമുദായത്തെ നിർവചിച്ചു എന്നുള്ളതിലേക്ക് പോകില്ല, അല്ലെ സഹോദരയ്യപ്പൻ എങ്ങനെ നിർവചിച്ചു എന്ന് പോകില്ല, അല്ലെങ്കിൽ ഈഴവ പ്രസ്ഥാനം എങ്ങനെ സ്വയം നിർവഹിച്ചു എന്നതിൽ പോവാതെ ഒരു ഉപരിതല വീക്ഷണത്തിലൂടെ സമൂഹത്തെ കാണുന്ന സമയത്ത് ഇദ്ദേഹം കേരള സമൂഹത്തിലെ ജാതി സമൂഹം സമുദായവൽക്കരണങ്ങളിലൂടെ കടന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. സത്യം പറഞ്ഞാൽ ആ കാഴ്ചപ്പാട് പഠിക്കാനായിട്ട് വളരെയധികം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട പല ലൈബ്രറികളിലും, പ്രത്യേകിച്ച് കോട്ടയത്തുള്ള സെമിനാരി ഒരു
പള്ളി സെമിനാരികളിൽ ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉള്ള മാസങ്ങളോളം പോയി ഇരുന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യധാരാ ചരിത്ര പുസ്തകങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വായിച്ചുകൊണ്ടും കേരളത്തിൽ സമുദായവൽക്കരണത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഇതിനൊരു വലിയ ഒരു ദലിത് സമുദായത്തെ നിർവചിക്കാനൊരു ശ്രമം നടത്തുകയും സമുദായ അസ്തിത്വമാണ് ഇതിനുണ്ടെന്ന് പറയുകയും ചെയ്യും. സമുദായം എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി നിശ്ചലമാകുമ്പോൾ സമുദായം ഡെമോക്രസിയിൽ ഇടപെടാൻ കഴിയുന്നൊരു സാധനമാണ്. സമുദായത്തിന് അസ്തിത്വമുണ്ട്. സമുദായത്തിന് മൂലധനം സമാഹരിക്കാൻ കഴിയും, സമുദായത്തിന് ബുദ്ധിജീവികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, സമുദായത്തിനൊരു കർത്തൃത്വമുണ്ട്. പക്ഷെ ജാതിക്ക് ആ കർത്തൃത്വമില്ലാത്തതുകൊണ്ട് സമുദായം എന്നുള്ള ഘടനയെപ്പറ്റി ഒരു നിർവചനം ദലിതർ തന്നെ കൊടുത്താണ്. ഇതിന് അദ്ദേഹം ആധാരമാക്കിയത് കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈഴവ സമുദായ അല്ലെങ്കിൽ കീഴാള സമുദായങ്ങളുടെ അകത്തെ പ്രത്യേകിച്ച് പിന്നാക്ക സമുദായങ്ങളുടെ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവയുടെ ഒരു തുടർച്ചയിലാണ് കൊണ്ടുവന്നത്. അതിനെ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, സിഗിഡിയിൽ അദ്ദേഹം 1900 സഹോദരനയ്യപ്പം പ്രസിദ്ധീകരിച്ച ഒരു ഈഴവരുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. അന്നത്തെ സഹോദരൻ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അത് ഞങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചു സിഗിഡിൽ. ഈ പുനഃപ്രസിദ്ധീകരിക്കാനായിട്ട് പുള്ളി തീരുമാനം എടുക്കുമ്പോഴത്തേനും ഞങ്ങളൊക്കെ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്, ഇതാണെങ്കിൽ പോലും ഈ സമയത്ത് പുള്ളി അനിർവചനീയമായൊരു ഇതിലാണ് പറയുന്നത്. കേരള സമൂഹത്തെപ്പറ്റി നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡാണെന്നും ഇത് പുനഃപരിശോധന അങ്ങനെ പറഞ്ഞൊരു ഒരു മുഖപ്രസംഗം എഴുതിക്കൊണ്ടാണ് രേഖ പ്രസിദ്ധീകരിക്കുന്നത്. ഈ രേഖയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ജാതി സംഘടനകളിൽ സ്വന്തം ആവശ്യകതകളെ മാറ്റി പറയുന്നു എന്നുള്ളതാണ്. സമൂഹ കാഴ്ചപ്പാടില്ലെന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. ആർത്തന്മാർ ആലംബകീരന്മാരാണെന്ന് ദലിതർ അല്ലെങ്കിൽ കീഴാളർ സ്വയം വിശ്വസിച്ചുകൊണ്ട് അവരുടെ അവശത പറയുന്നു എന്നതിനപ്പുറം ഈ ഈഴവരുടെ അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് കേരളം നവോത്ഥാനത്തെ മാത്രമല്ല, കേരളത്തിൻ്റെ വരാൻ പോകുന്ന കേരളത്തിലെ കാർഷിക പരിഷ്കരണത്തെപ്പറ്റിയും കൈത്തൊഴിലുള്ള പരിഷ്കരണത്തെപ്പറ്റിയും വ്യവസായവൽക്കരണത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്, എന്തിന് റോഡ് അധ്വാനത്തെപ്പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാട് സഹോദരൻ വയ്ക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ളവ രൂപപ്പെടുമ്പോൾ നവോത്ഥാനത്തിൻ്റെ ഈ കാഴ്ചപ്പാട്, ഈ കീഴാള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച നവോത്ഥാനത്തെപ്പറ്റി അല്ല സമൂഹ വികാസത്തെ സാമൂഹ്യ ചലനത്തെപ്പറ്റി ഈ കാഴ്ചപ്പാട് കൊണ്ടുവരികയും അതിനെ പുറന്തള്ളിക്കളഞ്ഞതാണ് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ കുറവെന്ന നിലയിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പൊയ്യലപ്പച്ചനെ പറ്റിയും അയ്യങ്കാളിയൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഭൂമിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു, വ്യവസായത്തിന് കൃഷിക്ക് വേണ്ടി വാദിച്ചിരുന്നു, സ്വത്തിന് വേണ്ടി വാദിച്ചിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചിരുന്നു. അല്ലാതെ ഒരു അങ്ങനെ പഴയ രീതിയിൽ അയ്യങ്കാളിയൊക്കെ വായിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട കാര്യങ്ങളായ ദലിത് സമുദായത്തിൻ്റെയും കീഴാള സമുദായത്തിൻ്റെയും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായ സ്വത്ത്, അധികാരം, പദവി എന്നതിലേക്ക് വാദിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് അദ്ദേഹം വരുത്തിയ മാറ്റം, അതായത് ടേണിങ്. അദ്ദേഹം വരുന്നതിലൂടെ വളരെ റിച്ചായ ഒരു ടേണിങ് ആണ് അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ. അപ്പം അത് തന്നെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. എനിക്ക് തോന്നുന്ന ഒരു 20-30 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ, സമുദായത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, ഭൂമിയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ അത് തത്വചിന്താപരമായും ഗവേഷണപരമായിട്ടും വൈജ്ഞാനികമായിട്ടും പറയാൻ സമൂഹത്തിനോട് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ടാക്കിയിരുന്നു. ഒരുപാട് സംഘടനകൾ ആവശ്യത്തിന് വേണ്ടി മനുഷ്യാവകാശ സംഘടന ഉണ്ടാക്കുന്ന സമരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പലപ്പോഴും എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ചരിത്രകാരനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ അദ്ദേഹം പല സിനിമയെ പറ്റിയും നോവലിനെ പറ്റിയും സാഹിത്യത്തെ പറ്റിയൊക്കെ ചെയ്തിരുന്നു. ഒരു സാഹിത്യ വിമർശനത്തിലേക്ക് വരുമ്പോഴാണ്, അതായത് ദലിത് വാദത്തിനകത്ത് ഒരുപാട് തിരിച്ചടികളുണ്ടായി. തിരിച്ചടി ഉണ്ടാകുന്ന പ്രായോഗിക പ്രവർത്തനം എന്ന നിലയിൽ വലിയ സ്വത്ത് വേണം എന്ത് സംഘടന പിടിച്ചു നിർത്താൻ. സ്വത്തില്ലാത്ത സ്വന്തം പൈസയൊക്കെ മുടക്കിയും ജോലിയൊക്കെ കളഞ്ഞോ ജോലിയൊക്കെ ഇല്ലാതൊക്കെയാണല്ലോ, ജോലിയിലൊക്കെ ആയി പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് വരുമ്പോഴത്തേന് പലപ്പോഴും നിശ്ചലത രൂപപ്പെടുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദലിത് പ്രവർത്തനത്തിന് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വത്തുടമസ്ഥത ഇല്ലായ്മ തന്നെയാണ് പലപ്പോഴും സംഘടനാ പ്രവർത്തനം നിലച്ചു പോകാൻ കാരണം. ഇപ്പോഴാണ് കുറച്ചൊക്കെ ആൾക്കാർക്ക് സ്വത്തും പണ്ടൊക്കെയുള്ളവരായതുകൊണ്ട് ദലിത് മേഖലയിലേക്ക് ഇപ്പം നമ്മളൊരു ദലിത് സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ സ്വത്ത് ഇച്ചിരി പൈസയൊക്കെ തരാൻ തയ്യാറാകുന്നു. അക്കാലത്ത് അതുണ്ടാവില്ല. അക്കാലത്ത് സമുദായം ഭയങ്കരമായിട്ട് അകൽച്ചയായിരുന്നു.
കാരണം ഇതൊരു തരം നക്സൽ അവശിഷ്ടമായിട്ടോ അല്ലെങ്കിൽ മുഖ്യധാരയോട് എതിർക്കുന്നവർ നാട്ടിൻ പുറത്തൊക്കെ നാട്ടിലും വീട്ടിലും വേണ്ടാത്തവർ നടത്തുന്ന ഒരു പ്രവർത്തനം എന്നതിൽ ഭയങ്കര കുറ്റപ്പെടുത്തപ്പെട്ട ഒരു മേഖലയായിരുന്നു പ്രവർത്തനം ആദ്യകാലത്ത്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഉയർന്നു വന്നെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മഹത്വമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഏറ്റവും തിരസ്കൃതമായൊരു കാലഘട്ടത്താണ് അദ്ദേഹം ശരീരവും മനസ്സും അതിനുവേണ്ടി അദ്ദേഹത്തെ പോലുള്ളവർ പ്രവർത്തിച്ചത്. അതാണ് അതിൻ്റെ വാല്യൂ. അല്ലാതെ ഒരു ഇച്ചിരി വികസിച്ചൊരു കാലഘട്ടത്തില്ല. ഏറ്റവും ഒരു ടോണി മോറിസൺ പറഞ്ഞ പോലെ പ്ലേയിങ് ഇൻ ദി ഡാർക്ക്, ഇരുട്ടിൽ നൃത്തം ചെയ്യുന്നതിന് കളിക്കുന്നതിന് തുല്യമായൊരു പ്രശ്നമായിരുന്നു അവർ നേരിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് വർഷം ഇതിനെയാണ് സാഹിത്യത്തിൽ അദ്ദേഹം മാറുന്നതിന് കാരണം ദലിത് മേഖലയിൽ പലപ്പോഴും അദ്ദേഹത്തിന് പ്രവർത്തനം കുറഞ്ഞു വന്നു. ആ സമയത്താണ് അദ്ദേഹം സാഹിത്യത്തിലേക്ക് നിരൂപണത്തിലേക്ക് കടക്കുന്നത്. ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകരൊക്കെ ആയിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ. പക്ഷേ സാഹിത്യത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് തന്നെ ആദ്യത്തെ ലേഖനം എനിക്ക് തോന്നുന്നത് ചലനമുണ്ടാക്കിയത് ഈ ദലിത് കേരളത്തിലെ സവർണ അവർണ വിഭജനങ്ങളെപ്പറ്റി ഈ നരേന്ദ്രപ്രസാദ് വളരെ ശക്തമായൊരു ജാതി മേധാവിത്വ ഒരു പൊസിഷൻ എടുത്തു. അപ്പോഴാണ് മാധ്യമത്തിൽ പുള്ളി ഒരു ലേഖനം എഴുതി, സൂക്ഷിക്കുക ആര്യൻ മറ്റേ നരേന്ദ്രപ്രസാദ് ആര്യനാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സവർണരും അവർണരും തമ്മിൽ അവർണൊരു ഹിസ്റ്റോറിക്കൽ എങ്ങനെയാണ് സവർണതയും അവർണതയും വേർത്ത് നിൽക്കുന്നത്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ലേഖനമാണ്. ഇതിനുശേഷം അദ്ദേഹം കുറച്ച് ലേഖനങ്ങൾ എഴുതി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പുരോഗമന സമൂഹങ്ങളും അക്കാഡമിക് സമൂഹവും നമ്മുടെ സമൂഹത്തെ കണ്ടിട്ടുള്ളത് പൂർണ്ണമായിട്ടും സവർണ കുടുംബ പരിഷ്കരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഫെമിനിസം പോലും കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പം സരസ്വതി വിജയത്തെപ്പറ്റി അദ്ദേഹം ഒരു പഠനം എഴുതുമ്പോൾ, അതിനെപ്പറ്റി ആമുഖമായിട്ടൊരു പഠനം എഴുതുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അംബേദ്കറിൻ്റെ ശരിക്കും പഠനം വെച്ച് തന്നെയാണ്. അതായത് കോൺഗ്രസിനകത്ത് ഒരു സോഷ്യൽ കോൺഫറൻസും ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കക്ഷി വികസിച്ച് വന്നപ്പോൾ സാമൂഹ്യ കക്ഷിയെ അവർ പുറന്തള്ളിക്കൊണ്ടാണ് വികസിച്ച് വന്നതും. ഇത് രണ്ട് കാഴ്ചപ്പാടുകളായിരുന്നു. ഈ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നതിൽ തിരസ്കൃതമായൊരു കാഴ്ചപ്പാടായിട്ട് സാമൂഹിക വിപ്ലവം മാറിയെന്നും രാഷ്ട്രീയം നമുക്ക് കിട്ടുകയാണ് മുഖ്യ എന്നും പറയുമ്പോൾ, ഈ മുഖ്യമായിട്ട് രാഷ്ട്രീയാധികാരം നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഇന്നലെ രാഷ്ട്രീയാധികാരം ഉണ്ടായവർ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് വെക്കുന്നതും, മറിച്ച് അധികാരമില്ലാത്തവർ അധികാര പങ്കാളിത്തത്തേക്ക് ചോദിക്കുന്നത് കാലമായിട്ടല്ല അത് തെറ്റാണെന്നുള്ള രീതിയിൽ തിലകത്തിൻ്റെ കാലത്ത് തന്നെ സാമൂഹ്യ പരിഷ്കരണ പക്ഷി അല്ലെ സാമൂഹ്യ വിപ്ലവധാരകളെ ഒഴിവാക്കി പ്രവർജനം ചെയ്തുകൊണ്ടാണ് വന്നെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. കാരണം സാമൂഹ്യ വിപ്ലവത്തെ പറ്റിയുള്ള നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയായി നിൽക്കുന്നത്? അത് കുടുംബ പരിഷ്കരണമാണ്. സവർണന്റെ കുടുംബ പരിഷ്കരണവും ആ കുടുംബ പരിഷ്കരണത്തിന് അനുകൂലയാവുന്ന സ്ത്രീ വിമോചനമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അക്കാലത്ത് നടത്തുള്ള വമ്പിച്ച പോരാട്ടങ്ങൾ, കീഴാളം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, കീഴാള സ്ത്രീകളുടെ പോരാട്ടങ്ങൾ, അതേപോലെ തന്നെ സരസ്വതി വിജയം പോലുള്ള കൃതികൾ, കറുപ്പൻ്റെ പോലുള്ള പ്രശ്നം, അങ്ങനെയുള്ള കൃതികളൊക്കെ വളരെയധികം വിസ്മരിച്ചുകൊണ്ട് സവർണ കുടുംബ പരിഷ്കരണത്തെ മാത്രം ബാക്കാക്കിക്കൊണ്ട് ഉള്ള നമ്മുടെ അക്കാഡമിക് പാഠങ്ങളും പഠന പദ്ധതികളും ഒക്കെ പൂർണ്ണമായിട്ടൊരു അവർണ മണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു കീഴാള മണ്ഡലത്തെ പൂർണ്ണമായി നിരാകരിക്കുകയും അതിനെ പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ഇന്ത്യയിലെ അവർണ ജ്ഞാനമണ്ഡലത്തിന് അദ്ദേഹം അതിന് പ്രത്യേകിച്ച് ആ പുസ്തകത്തിൽ സംസ്കാരവും കലാവും സംസ്കാരവും എന്ന പുസ്തകത്തിൽ തന്നെ അദ്ദേഹം തുടക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൂചനകളിൽ പറയുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അവർണ ജ്ഞാനമണ്ഡലത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൗതികവാദ ദർശനത്തിനകത്ത് നമ്മൾ ഭൗതികവാദം ആത്മീയവാദം എന്ന് ദർശനത്തെ വിഭജിക്കുമ്പോൾ പലപ്പോഴും പുരോഗമനകാരികൾ ചാർവാക ദർശനം വരെ അവിടെ കണ്ടിട്ടുണ്ട്. മറിച്ച് ഫൂലെ പോലുള്ള ബുദ്ധൻ പോലുള്ള അവർണ ജ്ഞാനമണ്ഡലത്തെ കണ്ടിട്ടില്ലെന്നും അത് അദൃശ്യമായി പോവുകയായിരുന്നു. പക്ഷെ അത് ജനങ്ങളുടെ അകത്ത് വളരെ ശക്തമായിരുന്നെന്നും അത് മതകലഹങ്ങൾ, അത് അംബേദ്കറുടെ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് മതകലഹങ്ങളുടെയും മത രൂപീകരണങ്ങളുടെയും ആണെന്ന്. അങ്ങനെ കീഴാള സമൂഹങ്ങൾ ഹിന്ദുമതത്തോട് സമരം ചെയ്ത സുദീർഘമായ ചരിത്രം, പ്രത്യേകിച്ച് ഗുപ്ത സാമ്രാജ്യം അടക്കമുള്ള
ഹിന്ദുയിസത്തോട് നടത്തിയ മതപരമായ സമരമുണ്ട്. പിന്നെ സ്വന്തം മതങ്ങൾ രൂപീകരിച്ചിട്ട് ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഒരു മതങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങളാണ് ഇന്ത്യയിലെ ഒരു അവർണ്ണ ജ്ഞാനമണ്ഡലം എന്നും അതൊരു ട്രജക്ടറിയാണെന്നും അത് വിശാലരായിട്ട് ഒക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സൂചനകളൊക്കെ എഴുതുകയാണ് നമ്മളുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇത്ര വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ആധുനിക കാലത്തായിട്ടും പുതിയ പഠനങ്ങളൊക്കെ എല്ലാവരും വന്നു, ഇംഗ്ലീഷിൽ വന്നു, തമിഴിലൊക്കെ വന്നതോടുകൂടി നമുക്ക് ഇതേറെക്കുറെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി. ഇപ്പം ഒരു അവർണ്ണ ജ്ഞാനമണ്ഡലം ബുദ്ധനുമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അവർണ്ണ ജ്ഞാനമണ്ഡലം അല്ലെങ്കിൽ അബ്രാഹ്മണിക ജ്ഞാനമണ്ഡലം നമ്മളൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നവർ അതിൻ്റെ ഒരു വലിയ ഒരു ലോകബോധം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസത്തിലേക്ക് ഇനി 2 മിനിറ്റ് വരിക. അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധ ഇത് തന്നെ നമുക്ക് നോക്കാം. പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്സിസ്റ്റാണ് എന്ന് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു ഭൗതികവാദം ആണ്. പക്ഷെ മാർക്സിസത്തെ അദ്ദേഹം തിരസ്കരിക്കുക തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എങ്കിലും ഒരു ദർശന പദ്ധതി എന്നതിൽ ദർശനം എന്ന നിലയിൽ അതിൻ്റെ സാങ്കത്യം തള്ളി പറയുന്നില്ല. അതായത് മാർക്സിസം ഒരു കാലഹരണപ്പെട്ടതാണെന്നൊക്കെ സാധാരണ സമ്പ്രദായമായി പറയുന്നതിന് പറഞ്ഞ ഒരു ദർശനം എന്ന നിലയിൽ അത് നിലനിൽക്കുന്നതാണ്, അതുണ്ടെന്നും അതിന് പലതരത്തിലുള്ള രൂപാന്തരണങ്ങൾ രൂപപ്പെട്ടാക്കാമെന്നുള്ള കാഴ്ചപ്പാട്. പക്ഷെ മാർക്സിസ്റ്റായിട്ടല്ല അദ്ദേഹം മാറിയത്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ബുദ്ധിസ്റ്റ് ആചാരബുദ്ധനല്ല, ബുദ്ധിസല്ല. അടിസ്ഥാനപരമായിട്ട് ബുദ്ധിസത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടായ അനന്യ ദർശനങ്ങളിലേക്ക് അതിലേക്കൊക്കെ മാറുകയും ഡെമോക്രസിയാണ് അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ ദർശനം. ഇപ്പം ആദിവാസികൾക്ക് വേണ്ടി വാദിക്കുന്നതായാലും ദലിതർക്ക് വേണ്ടി വാദിക്കും, ദലിത് ക്രൈസ്തവർക്ക് വേണ്ടി വാദിക്കുന്നതാണെങ്കിലും നിലനിൽക്കുന്ന ഭൗതിക സ്വത്തിനെ പറ്റിയുള്ള അപ്പം പലപ്പോഴും അദ്ദേഹം ആഗോളവൽക്കരണത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് പലപ്പോഴും റാഡിക്കൽ വീക്ഷണമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ റാഡിക്കൽസ് അക്കാലത്ത് പറഞ്ഞ ആഗോളവൽക്കരണം നമ്മളെ ചൂടെ മുടിക്കും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങളിൽ നമ്മൾ ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ സജ്ജരാകണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അതേപോലെ 100% തള്ളി പറഞ്ഞാൽ നമ്മൾ ഒരു തിരസ്കൃതരായി മാറുമെന്നുള്ളൊരു കാഴ്ചപ്പാട്. സ്വത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തെ പറ്റിയാണ് ചിന്തിച്ചത്, സമ്പത്തിൻ്റെ ഒഴുക്കിനെ പറ്റിയാണ് ചിന്തിച്ചത്. അതുപോലെ തന്നെ കേരളയിലെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളും പലപ്പോഴും വെച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാനെന്നുള്ളതിനപ്പുറം കേരളത്തിൻ്റെ ഒരു സ്വത്തുടമ സങ്കല്പത്തെ പറ്റിയും ജനാധിപത്യത്തെ അത് കാഴ്ചപ്പാട് ശരിയാണോ, അതിൽ ഉള്ളുറപ്പുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും അതിനകത്താണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ജനാധിപത്യവാദിയല്ലോ, ഒരു ഭരണഘടന അനുശാസിക്കുന്ന രീതി അല്ല, ഭരണഘടനകളുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന സാമൂഹ്യ നീതി മാത്രം ഉറപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ സമരം ചെയ്തിട്ട് അത് നീതിയും നിയമപരമായിട്ട് മാറിയില്ലെങ്കിൽ അത് ഇതായിപ്പോവും, അതിന് അർത്ഥമൊന്നുമില്ല. അപ്പം സംവരണം നിയമഭാഗത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ജനതയ്ക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. മറിച്ച് സംവരണത്തിനുള്ള അവകാശം പറഞ്ഞിട്ട് അക്കാലത്ത് സംവരണം കിട്ടിയില്ല. അങ്ങനെ നിയമപരമായിട്ടും കൂടെ കീഴാളൻ്റെ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടണം. അങ്ങനെ നിയമവ്യവസ്ഥയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ വർഗസമരത്തെ ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് എപ്പോഴും ഈ പറഞ്ഞ പോലെ സഭ കൂടുക, കീഴാളൻ്റെ സഭ എന്ന് പറയുന്നൊരു ബുദ്ധിസ്റ്റ് സങ്കല്പമാണ്. കീഴാളൻ്റെ സഭയെപ്പറ്റിയും ജനാധിപത്യം എന്ന് പറയുന്നൊരു സഭയുടെ ഒരു കഥ, അങ്ങനെയാണ് പറയുന്നത്. ജനാധിപത്യം സഭയുടെ ഒരു മാറ്റം. പക്ഷേ ഈ സഭാസങ്കല്പം അദ്ദേഹം അംബേദ്കർ പറയുന്നത് ബുദ്ധസഭകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പം പലപ്പോഴും നമ്മൾ ഇപ്പം അംബേദ്കറെ പറ്റി പറയുന്നത് എന്താണ്, പുരോഗമനകാരികൾ പറയുന്ന അംബേദ്കർ എപ്പോഴും വെസ്റ്റേൺ ജനാധിപത്യത്തിൽ നിന്ന് മാത്രം എടുത്ത് വെസ്റ്റേൺ ലിബറൽ ബുദ്ധിജീവിയാണ്. പക്ഷെ അംബേദ്കർ പറയുന്നത് അതല്ല. അംബേദ്കർ പറയുന്നത് അത് തീർച്ചയാണ് വെസ്റ്റേൺ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വെസ്റ്റേൺ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുമ്പം തന്നെ അവിടുത്തെ അവിടുത്തെ ശ്രേഷ്ഠ അവിടുത്തെ ജെന്റിൽമാൻ ഫിലോസഫി അല്ല അദ്ദേഹം പറയുന്നത്. യൂറോപ്പിലൊരു ജെന്റിൽമാൻ ഫിലോസഫി അല്ല, കുറച്ച് അവിടുത്തെ തന്നെ അധസ്ഥിത വിഭാഗങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ കഥ തന്നെയാണ്, അതിൻ്റെ ഹിസ്റ്ററി തന്നെയാണ് അംബേദ്കർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഒരു പ്രത്യേകത പ്രാഥമിക ജനാധിപത്യത്തിൻ്റെ വികാസത്തിൽ ദലിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ ഈ വിഭാഗങ്ങളുടെ അടിസ്ഥാന തല വികാസം അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നതിനെ പറ്റി ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഉള്ളത്. അത് ഒരു ബുദ്ധ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഒരു മാർക്സിസത്തിൻ്റെ ഒരു
മാർക്സിസത്തിൻ്റെ ഒരു മടങ്ങിപ്പോക്കം മാർക്സിസത്തിലേക്കല്ല അദ്ദേഹം മാറി, അദ്ദേഹം ബുദ്ധദർശനത്തിലേക്കാണ് മാറിയെന്നും ഇതിനു വേണ്ടി ഒരു ഒരു ഈ അജയ് ശേഖരൊക്കെ അജയ് ശേഖരൊക്കെ പറയാവുന്ന പോലെ നവമായ ഒരു ബൗദ്ധിക ബുദ്ധിസം നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. അതിനെയാണ് അദ്ദേഹം വികസിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു നവയാനമാണ്. ആ നവയാനത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കൊരു വാക്കും കൂടെ പറയാനുള്ള പിന്നെ വേറൊരു വളരെ സജീവമായിരുന്നു ഇന്ന് കാണുന്ന ഇന്നത്തെ പുതിയ തലമുറ എഴുത്തുകാരും ഗവേഷകരും ഫെമിനിസ്റ്റുകളും അടക്കമുള്ളവരും ഒക്കെ നല്ല ബന്ധം അദ്ദേഹത്തെ എല്ലാത്തിലും നമുക്കറിയാം. നമ്മളൊക്കെ ഓരോരുത്തരും അങ്ങനെയുള്ള ഗവേഷകരെ പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ തന്നെ എഴുത്തുകാരെ പ്രോത്സാഹിക്കുക. പ്രദീപ് ആംബേദ്കറിൻ്റെയൊക്കെ ആദ്യത്തെ ലേഖനം വരുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ പുള്ളിക്കൊരു കത്തയക്കുകയും പോയി കാണുകയും ചെയ്യണം. അങ്ങനെ ആവേശത്തോടു കൂടി മറ്റുള്ള പ്രത്യേകിച്ച് കീഴാള സമുദായങ്ങളുടെ ഉയർന്നു വരുന്ന ഒരു ആവേശത്തോടെ സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൗദ്ധിക രംഗത്തുള്ള സവർണരായാലും അവർണരായാലും ബ്രാഹ്മണരാരാണെങ്കിലും ഉയർന്ന ബൗദ്ധികമായിട്ടുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും വളരെ ഹൃദയംഗമായി സ്വീകരിക്കാൻ, ആവേശത്തോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വായന തന്നെയാണ് വായനയും അതുപോലെ തന്നെ ഈ ഒട്ടും ഫോർമല്ലാത്ത ഒട്ടും ഔന്നിത്യമില്ലാത്ത ജീവിതവും കൊണ്ടാണ് കേരള സമൂഹത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല സ്ഥലത്തും ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് അനുസ്മരണങ്ങളൊക്കെ വരുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണങ്ങളിലൊന്നും അല്ല, സ്മരിക്കപ്പെടുന്നതിന് കാരണങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്നതിന് കാരണങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു നവബുദ്ധിസത്തിൻ്റെയും കൂടെ ഒരു സ്വയം ശരീരമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.